മെഷീൻ ലേണിംഗ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. ട്രെയിനിങ് എ മോഡൽ, ഇൻഫറൻസ് എന്നിവയെക്കുറിച്ചാണ് ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ മോഡൽ ട്രെയിനിങ്ങിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആയ അണ്ടർ ഫിറ്റിംഗ്, ഓവർ ഫിറ്റിംഗ്, ബെസ്റ്റ് ഫിറ്റിംഗ് എന്നിവയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് മോഡൽ ട്രെയിനിങ്ങിലെ ചലഞ്ചസ്? ഒരു ട്രെയിൻഡ് മോഡലിൻ്റെ, അതായത് ഡിഫറെൻറ്റ് ഡേറ്റാ സെറ്റ്സ് യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യിച്ച ഒരു ട്രെയിൻഡ് മോഡലിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് റിയൽ വേൾഡിൽ ആ മോഡൽ യൂസ് ചെയ്യാൻ സാധിക്കണം. അതായത് ഒരു പുതിയ ഡേറ്റയിൽ നിന്നും കൃത്യമായി പ്രഡിക്ഷൻസ് നടത്തുവാൻ സാധിക്കണം. പ്രഡിക്ഷൻസ് ഒരിക്കലും റോങ് ആകാൻ പാടില്ല. കിട്ടുന്ന പ്രഡിക്ഷൻസ് റിലവൻ്റ് ആയിരിക്കണം. അതുപോലെ ട്രെയിൻ ചെയ്യിച്ച ഡേറ്റയിൽ നിന്നും മാത്രം കറക്റ്റായി പ്രഡിക്ഷൻസ് നടത്തുകയും പുതിയ ഡേറ്റയിൽ നിന്നും റോങ് ആയി പ്രഡിക്ഷൻസ് നടത്തുകയും ചെയ്യുന്ന ഒരു മോഡൽ ഒരിക്കലും യൂസ്ഫുൾ അല്ല. സോ മോഡൽ എപ്പോഴും ജനറലൈസ്ഡ് ആയിരിക്കണം. മീൻസ് എല്ലാ തരത്തിലുള്ള ഡേറ്റയും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം. റിയൽ വേൾഡ് സെനാരിയോസിൽ കറക്റ്റായി പ്രഡിക്ഷൻസ് നടത്തുവാൻ സാധിക്കണം. So while training a model, we must assure the model is generalized. So basically trained model റിയൽ വേൾഡിൽ യൂസ് ചെയ്യാൻ സാധിക്കണം. സോ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യിച്ച് ഇങ്ങനെ ഒരു ജനറലൈസ്ഡ് മോഡലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ബട്ട് ഇതൊരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. സോ ബേസിക്കലി മോഡൽ ട്രെയിനിങ് ഈസി ടാസ്ക് അല്ല. ഈ ഒരു മോഡൽ ട്രെയിനിങ് ഫേസ് ഒരുപാട് പ്രോസസ് ആൻഡ് ചലഞ്ചസ് ഉള്ള ഒരു ഫേസ് ആണ്. ഈ ഒരു പ്രോസസ്സിൽ മെയിൻലി ഡീൽ ചെയ്യുന്ന ചില സ്റ്റേജസ് ആണ് അണ്ടർ ഫിറ്റിംഗ്, ഓവർ ഫിറ്റിംഗ് ആൻഡ് ബെസ്റ്റ് ഫിറ്റിംഗ്. ഈ 3 സ്റ്റേജും മനസ്സിലാക്കുന്നതിന് മുൻപ് ഒരു റിയൽ ലൈഫ് സെനാരിയോ നോക്കാം. ഫോർ എക്സാമ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒരു പുതിയ സബ്ജക്റ്റ് ലേൺ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേൺ ചെയ്യുന്നു എന്ന് കരുതുക. ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആഫ്റ്റർ 2 months ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ബേസിക് ഫ്രേസസ്, ബേസിക് ഗ്രാമർ ഇവയെല്ലാം മെമ്മറൈസ് ചെയ്യുന്നു. ബട്ട് എങ്ങനെയാണ് ഗ്രാമർ യൂസ് ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് സെൻറ്റൻസ് മേക്ക് ചെയ്യേണ്ടതെന്നോ അറിയില്ല. ഇവരെ അണ്ടർ ഫിറ്റിംഗ് എന്ന ഗ്രൂപ്പിൽ പെടുത്താം. ഇനി മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ടീച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മെമ്മറൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ മനഃപ്പാഠമാക്കുന്നു. ബട്ട് അവർക്ക് പുതിയൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനോ കോൺവെർസേഷൻസ് മേക്ക് ചെയ്യാനോ കഴിയുന്നില്ല. ഇവരെ നമുക്ക് ഓവർ ഫിറ്റിംഗ് എന്ന ഗ്രൂപ്പിൽ പെടുത്താം. ഇനി മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി എല്ലാം കറക്റ്റായി ലേൺ ചെയ്യുകയും കൃത്യമായി സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നു ആൻഡ് ഗ്രാമർ കൃത്യമായി അപ്ലൈ ചെയ്യുന്നു. ഇവരെ ബെസ്റ്റ് ഫിറ്റിംഗ് എന്ന ഗ്രൂപ്പിൽ പെടുത്താം. സോ ഇവിടെ ലേണിങ്ങിൻ്റെ ബേസിസിൽ എങ്ങനെയാണോ സ്റ്റുഡൻസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തത് അതുപോലെ തന്നെയാണ് മോഡൽ ട്രെയിനിങ്ങിലും. മോഡൽ ട്രെയിനിങ്ങിൽ അണ്ടർ ഫിറ്റിംഗ് എന്നത് ട്രെയിനിങ് പീരീഡിൽ ട്രെയിനിങ് ഡേറ്റാ സെറ്റിൽ നിന്നും പാറ്റേൺസ് കൃത്യമായി മനസ്സിലാക്കുവാൻ മോഡലിന് കഴിയാതെ പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മോഡലിൻ്റെ പ്രഡിക്ഷൻസ് കറക്റ്റ് ആയിരിക്കില്ല. സോ പെർഫോമൻസ് വളരെ പുവർ ആയിരിക്കും. ഈ ഒരു ട്രെയിൻഡ് മോഡൽ ട്രെയിനിങ് ഡേറ്റയിൽ പോലും പുവർ പെർഫോമൻസ് ആയിരിക്കും തരുന്നത്. ബേസിക്കലി ഡേറ്റാ സെറ്റിൽ നിന്നും പാറ്റേൺസ് മനസ്സിലാക്കുന്നതിൽ മോഡൽ ഫെയിലാകുന്നു. അണ്ടർ ഫിറ്റിംഗ്, ഗുഡ് ഫിറ്റ് ഇവയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ ഒരു ഇമേജിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഡോട്ടഡ് പോയിന്റ്സ് ഡേറ്റാ സെറ്റ്സ് ആണ്. അണ്ടർ ഫിറ്റിങ്ങിലെ ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോഡലിനെയാണ്. മീൻസ് മോഡൽ ലേൺ ചെയ്ത പാറ്റേൺ ആണ്. ഇവിടെ ഒരുപാട് ഡേറ്റാ പോയിന്റ്സ് മിസ്സിംഗ് ആണ്. സ്ട്രെയിറ്റ് ലൈനിൽ ഡേറ്റാ പോയിന്റ്സ് വളരെ കുറവാണ്. മീൻസ് ഡേറ്റാ സെറ്റിൻ്റെ പാറ്റേണിലല്ല സ്ട്രെയിറ്റ് ലൈൻ വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ റൈറ്റ് സൈഡിലെ ഗ്രാഫിൽ മോഡലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻ ലീനിയർ അല്ല. അത് ഡേറ്റയുടെ അതേ പാറ്റേണിൽ തന്നെയാണ് ഉള്ളത്. സോ റൈറ്റ് സൈഡിലെ ഇമേജിൽ കാണിച്ചിരിക്കുന്ന മോഡലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന പാറ്റേൺ. എന്നാൽ അണ്ടർ ഫിറ്റിങ്ങിലെ ഗ്രാഫിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പാറ്റേണിലല്ല വന്നിരിക്കുന്നത്. ഇങ്ങനെ മോഡൽ അണ്ടർ ഫിറ്റിങ്ങിലേക്ക് പോകുവാനുള്ള ചില റീസൺസ് നോക്കാം. അതിൽ മെയിനായിട്ടുള്ള ഒരു റീസണാണ് സിമ്പിൾ മോഡൽ സെലക്ഷൻ. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മോഡൽ അല്ലെങ്കിൽ അൽഗോരിതം വളരെ സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അൽഗോരിതത്തിന് ഡേറ്റാ പാറ്റേൺസ് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. സോ ഇങ്ങനെയുള്ള കേസിൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതം സെലക്ട് ചെയ്യേണ്ടി വരും. അണ്ടർ ഫിറ്റിങ്ങിൻ്റെ മറ്റൊരു റീസണാണ് ഇൻസഫിഷ്യൻറ്റ് ട്രെയിനിങ് ഡേറ്റ. മീൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റാ സെറ്റ് യൂസ് ചെയ്യാത്തതോ ട്രെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന ഡേറ്റയിൽ ഇനഫ് ഇൻഫർമേഷൻ ഇല്ലാത്തതോ ആണ്. ലേബലിലെ ഡേറ്റാ സെറ്റിൽ ഫീച്ചേഴ്സ് വളരെ കുറഞ്ഞു പോകുന്നതും ഒരു റീസണാണ്. മോഡൽ ട്രെയിനിങ്ങിലെ മറ്റൊരു ചലഞ്ചാണ് ഓവർ ഫിറ്റിംഗ്. ഇവിടെ സെലക്ട് ചെയ്യുന്ന മോഡലിൻ്റെ കോംപ്ലക്സിറ്റി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ പാറ്റേൺസ് ലേൺ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ട്രെയിൻഡ് പീരീഡിൽ നന്നായി പെർഫോം ചെയ്യുകയും പുതിയൊരു ഡേറ്റ വരുമ്പോൾ പുവർ പെർഫോമൻസ് തരുകയും ചെയ്യുന്നു. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് മീൻസ് ഇൻറ്റേർണൽ എക്സാംസിന് പാസ് ആവുകയും മെയിൻ എക്സാം വരുമ്പോൾ ഫെയിൽ ആവുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്. സോ ഓവർ ഫിറ്റിംഗ് എന്നത് ട്രെയിൻഡ് മോഡൽ ദാറ്റ് പെർഫോമിംഗ് വെരി വെൽ ഓൺ ദി ട്രെയിനിങ് ഡേറ്റാ സെറ്റ്സ് ബട്ട് സ്ട്രഗിളിംഗ് സിഗ്നിഫിക്കൻ്റ്ലി വിത്ത് അൺസീൻ ഡേറ്റ. സോ എന്തൊക്കെയാണ് ഓവർ ഫിറ്റിങ്ങിൻ്റെ റീസൺസ്? മോഡലിൻ്റെ കോംപ്ലക്സിറ്റി കൂടുതലാവുക, ഫീച്ചേഴ്സിൻ്റെ എമൗണ്ട് വളരെ കൂടുതലാവുക, ഇൻസഫിഷ്യൻറ്റ് ട്രെയിനിങ് ഡേറ്റ, ഇതൊക്കെയാണ് ഓവർ ഫിറ്റിങ്ങിൻ്റെ റീസൺസ്. ഇവിടെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഓവർ ഫിറ്റിംഗ് മോഡലാണ്. ഈ ഒരു മോഡൽ എല്ലാ ഡേറ്റാ പോയിൻറ്റ്സിലൂടെയും പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഡേറ്റ വരുമ്പോൾ കറക്റ്റായി പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കില്ല. ബെസ്റ്റ് ഫിറ്റിംഗ്
ബെസ്റ്റ് ഫിറ്റിംഗ് എന്നത് ഡേറ്റാ സെറ്റ്സിൽ നിന്നും പാറ്റേൺസ് കറക്റ്റായി ലേൺ ചെയ്യുകയും ട്രെയിനിങ് ഡേറ്റാ സെറ്റിലും ന്യൂ ഡേറ്റയിലും നന്നായി പെർഫോമൻസ് തരുകയും ചെയ്യുന്ന മോഡലാണ് ബേസിക്കലി എ ജനറലൈസ്ഡ് മോഡൽ. ഇങ്ങനെയുള്ള മോഡലിൽ ട്രെയിനിങ് എറർ, ടെസ്റ്റ് എറർ ഇവ വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള മോഡൽസ് ആണ് റിയൽ കേസസിൽ യൂസ് ചെയ്യുന്നത്. മോഡൽ ട്രെയിനിങ് എന്നത് അണ്ടർ ഫിറ്റിംഗ്, ഓവർ ഫിറ്റിംഗ്, ബെസ്റ്റ് ഫിറ്റിംഗ് ഈ 3 ഫേസിലൂടെയും കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. ട്രെയിനിങ്ങിൻ്റെ ഇനീഷ്യൽ ഫേസിൽ മോഡൽ അണ്ടർ ഫിറ്റിംഗിൽ ആയിരിക്കും. വീണ്ടും പല ഐറ്ററേഷൻസിലൂടെയും ട്രെയിനിങ്ങിലൂടെയും മോഡലിനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ അത് ബെസ്റ്റ് ഫിറ്റിങ്ങിലേക്ക് മാറാം, അല്ലെങ്കിൽ ഓവർ ഫിറ്റിങ്ങിലേക്കും മാറാം. ഓവർ ഫിറ്റിംഗ് ആവുകയാണെങ്കിൽ മോഡലിൻ്റെ കോംപ്ലക്സിറ്റി കുറച്ച് ബെറ്റർ ഡേറ്റാ സെറ്റ് പ്രൊവൈഡ് ചെയ്ത് മോഡലിനെ ബെറ്റർ ഫിറ്റ് ആക്കുവാൻ സാധിക്കും. മീൻസ് ജനറലൈസ്ഡ് മോഡൽ ആക്കുവാൻ സാധിക്കും. സോ നമ്മുടെ ഫൈനൽ ഗോൾ എന്നത് ബെറ്റർ പ്രഡിക്ഷൻസ് നൽകുന്ന ഒരു ജനറലൈസ്ഡ് മോഡൽ ട്രെയിനിങ്ങിലൂടെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ മോഡൽ ജനറലൈസേഷനെ കുറിച്ചും മോഡൽ ട്രെയിനിങ്ങിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. സോ ഇവയെക്കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് മെഷീൻ ലേണിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. So that's all about today's video. Please consider to support the channel. Thank you for watching and see you in the next video.